എന്തർത്ഥത്തിലാണ് ടീച്ചർ അമ്മ എന്നൊക്കെ കെ ശൈലജയെ വിളിക്കേണ്ടത്? ആ സ്ഥാനപ്പേരിന് യാതൊരു അർഹതയുമില്ലാത്ത പ്രവൃത്തിയാണ് മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പാലത്തായി പോക്സോ കേസിന്റെ വിഷയത്തിൽ ഉണ്ടായത്. ഇത്രയും ഗുരുതരമായ ഔദ്യോഗിക വീഴ്ച വരുത്തിയ ഒരു വ്യക്തിയെയാണോ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടി ശ്രമിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രധാന പോക്സോ കേസും അതിനോടനുബന്ധിച്ചുണ്ടായ നിയമപരവും സാമൂഹികപരവുമായ വെല്ലുവിളികളും ഭരണകൂട സംവിധാനങ്ങളെ ചോദ്യമുനയിൽ നിർത്തിയിരിക്കുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്നവർക്ക് നൽകേണ്ട സംരക്ഷണം കേവലം വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയതിലൂടെ അതിജീവിതകളെ പിന്തുണയ്ക്കുന്നതിലെ ഭരണപരമായ വീഴ്ചകൾക്കാണ് അടിവരയിടുന്നത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവർക്ക് സമയബന്ധിതമായി നീതി നടപ്പാക്കുന്നതിലും ഭരണകൂട സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് ഈ വിധിയിലൂടെ ലഭിക്കുന്ന പ്രധാന സൂചന. 2020 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ കേസിന്റെ ആദ്യഘട്ടത്തിലെ പോലീസ് നടപടികൾ അങ്ങേയറ്റം സംശയകരമായിരുന്നു. സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ അന്വേഷണത്തെ സ്വാധീനിച്ചോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ ദുർബലരായ കുട്ടികൾ ഇരയാക്കപ്പെടുന്ന പോക്സോ കേസുകളിൽ പക്ഷപാതമില്ലാത്ത സമയബന്ധിത അന്വേഷണം ഉറപ്പാക്കേണ്ടതിൽ അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന ശക്തമായ ആരോപണങ്ങൾ ഉയർന്നതോടെ നീതിന്യായ പ്രക്രിയയോടുള്ള വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജയുടെ ഭാഗത്തു നിന്നും കോടതി കണ്ടെത്തിയ വീഴ്ചകളാണ്. അതിജീവിതയ്ക്ക് കൗൺസിലിംഗ് നൽകിയവർ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് കുട്ടിയുടെ മാതാവ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ സ്വന്തം വകുപ്പിന്റെ കീഴിൽ വരുന്ന അതീവ ഗുരുതരമായ ഈ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് കോടതി കൃത്യമായി നിരീക്ഷിക്കുകയുണ്ടായി. ഒരു സ്ത്രീ എന്ന നിലയിൽ പോലും കേസിൽ വേണ്ട നടപടി എടുക്കാതെ ടീച്ചർ കാട്ടിയ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു കുട്ടിയുടെ മാനസികാരോഗ്യവും ഭാവിയും സംരക്ഷിക്കുന്നതിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം വലുതാണ്. ഈ കേസിൽ കൗൺസിലിംഗ് സംവിധാനത്തിൽ വന്ന പാളിച്ചകൾ പരിഗണിക്കുന്നതിൽ അധികാര സ്ഥാനത്തിരുന്നവർക്ക് സംഭവിച്ച വീഴ്ച ശിശുക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂലമായ പുനഃപരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. കേരള സമൂഹത്തോട് മാത്രമല്ല, സ്ത്രീത്വത്തോട് പോലും കെ ശൈലജ മാപ്പ് പറയണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. കേസിന്റെ തുടർ നടപടികളിൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നിരവധി നേരിട്ടു. പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് പിന്നീട് പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായി. ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഇത് ഇടക്കാല കുറ്റപത്രമാണെന്ന് വിശദീകരിച്ചെങ്കിലും അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐജിയുടെ ഭാഗത്തു നിന്നും അതിജീവിത കള്ളം പറയുന്നു എന്ന തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പീഡനം നടന്ന ദിവസവും സ്കൂളിലെ ഹാജർ രേഖകളിലും വരെ അന്വേഷണ സംഘം കൃത്രിമത്വം കാണിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾ നീതി നിർവഹണത്തിലെ വൈരുദ്ധ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി. ഇതേ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ക്രിയാത്മകമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. ഒരു കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നീതിന്യായ സംവിധാനത്തിന്റെ ഉന്നതതല ഇടപെടലുകൾ ആവശ്യമായി വന്നു എന്നത് പ്രാദേശിക തലത്തിലെ അന്വേഷണത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിലെ നീതിന്യായ വ്യവസ്ഥയുടെ വിജയം അടയാളപ്പെടുത്തുകയാണ്. ബലാത്സംഗ കുറ്റത്തിന് 40 വർഷം തടവും പോക്സോ നിയമപ്രകാരം ജീവിതാവസാനം വരെ ജയിൽവാസവുമാണ് പ്രതിക്ക് ലഭിച്ച ശിക്ഷ. ഈ ശിക്ഷാവിധി ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകുന്നുണ്ടെങ്കിലും ഈ നീതി ലഭ്യമാക്കുന്നതിൽ വന്ന കനത്ത കാലതാമസവും ഭരണപരവും പോലീസ് തലത്തിലുമുള്ള വീഴ്ചകളും ഭാവിയിൽ ശിശു സംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ സർക്കാരും ഉദ്യോഗസ്ഥരും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുകയാണ്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് വന്നതോടുകൂടി നിലവിൽ MLA സ്ഥാനത്തിരിക്കുന്ന ശൈലജയുടെ പദവിയുടെ കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.